ഈ കത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഇറാൻ അല്ലട്ടോ കത്തുന്നത്, ഈ കത്തുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിലെ ഒരു കെമിക്കൽ ഫാക്ടറി, ഒന്നല്ല 19 ഫാക്ടറികൾ നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകൾ വന്ന് വീണിട്ടുള്ളത്. വെറും കത്തൊന്നുമല്ല കത്തിയത്, വല്ലാത്തൊരു കത്താണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അതുപോലെ കഴിഞ്ഞ ദിവസം സെലൻസ്കി ഓടിപ്പിടിച്ച് യുഎയിലോട്ട് പോയിരുന്നു അല്ലേ? അതായത് ഡ്രോണുകൾ നിർവീര്യമാക്കാനുള്ള ചില ഐഡിയകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട്. ഇന്നലെയും മെനഞ്ഞാന്ന് പോയിട്ട് യുഎയിൽ സകല US സ്പേസിലോട്ട് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലോട്ടും ഇറാന്റെ മിസൈലുകൾ വിടുന്നുണ്ട്. ഇതിൽ ഇറാൻ ഈ വിട്ട മിസൈലുകൾ അമേരിക്കക്കാരെ മാത്രം പിടിച്ചിട്ടല്ല, അവിടെയുള്ള ഉക്രൈനികളും, അത് ഉക്രൈനി എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ട്, യുഎയിനെ സഹായിക്കാൻ ഓടിച്ചെന്ന് അവന്മാരെ തട്ടാനാന്നുള്ള ചില ന്യൂസുകളും പുറത്തോട്ട് വരുന്നുണ്ട്. പിന്നെ അമേരിക്കയിലും ഇസ്രായേലും യുദ്ധത്തിനെതിരെ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഭയങ്കരമായിട്ട് ആളിക്കത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പുറത്തിറങ്ങി നിൽക്കുന്നത്. അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തിറങ്ങിയിട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിലെ ഒരു 25% ആളുകളും റോട്ടിലിറങ്ങിയിട്ട് യുദ്ധത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരു മാധ്യമങ്ങളും ഇവിടെ കാണിച്ച് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നലെ നൈറ്റിൽ നടന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ഓൺ പ്രോസസ്സിലാണ്, കുറച്ചുകൂടെ ഈ സ്റ്റുഡിയോയും സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള പ്രോസസ്സിലാണ്. അപ്പം അതുകൊണ്ടാണ് വീഡിയോസിൻ്റെ എണ്ണം കുറയുന്നത്, അതുപോലെ ഡിലേ ആകുന്നതൊക്കെ. ഏതാണെങ്കിൽ ഇന്നലെ നൈറ്റിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതായത് നമ്മൾ ഈ കത്തുന്നത് കാണുന്നത് ക്ലസ്റ്റർ വാഹഡ് ബോംബുകൾ വെച്ചിട്ട് ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിൻ്റെ ബീർഷബ ഏരിയയിലോട്ട് വീണതിൻ്റെ അവസ്ഥകളാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പല ഓയിൽ റിഫൈനറിലോട്ടും അമേരിക്കയും ഇസ്രായേലും കൂടെ ബോംബിട്ട് അവിടുന്ന് തീ പൊന്തുന്നത് കണ്ടപ്പം നമ്മുടെ പല മാധ്യമങ്ങളും പല പത്രങ്ങളും പല ആൾക്കാരും പറഞ്ഞിട്ട് ഇതോടുകൂടി ഇറാൻ തീർന്നു, കണ്ടില്ലേ കത്തുന്ന കത്ത് കണ്ടില്ലേ ഏത്. അതേപോലെ തന്നെ കത്തുന്ന കത്ത് കണ്ടില്ലേ നിങ്ങൾ? ഇറാനിലല്ലേ ഈ കത്തുന്നത്, ഇസ്രായേലിലാണ് കത്തുന്നത്. ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇസ്രായേലിൽ നടക്കുന്നത്, അല്ലാണ്ട് വേറെ ആരും നിങ്ങളെ കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ചില ആളുകൾ അവിടെ ഉള്ള ആളുകൾ അവരുടെ സുഖജീവിതത്തിനും വിസ തട്ടിപ്പിനും വേണ്ടി പുറത്തോട്ട് കാണിക്കുന്ന അൽക്കുലത്ത് പരിപാടിയല്ല അവിടെ നടക്കുന്നത്. ഈ ആക്രമണം ക്ലസ്റ്റർ വാഹഡ് ഘടിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ ബോംബുകളാണ്, മിസൈലുകളാണ് ഈ ഒരു സ്ഥലത്ത് പതിച്ചിട്ടുള്ളത്. ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെ എഫക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കത്തൽ കത്തിയിട്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ കംപ്ലീറ്റ് അവിടെ മാരകമായിട്ട് തീയും പുകയും കത്തലുമാണ് കത്തുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ബീർഷബയിലെ പ്രധാന വ്യവസായ മേഖലയിൽ മിസൈൽ പതിച്ചിട്ടുള്ളത്. ഇവിടെ 19ഓളം ഫാക്ടറികളാണ് ഇവിടെ ഉള്ളത്. ഈ ഇറാനിലെ പ്രധാന അപകടകരമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രവുമാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാസമാലിന്യങ്ങൾ കംപ്ലീറ്റ് വായുവിൽ കലരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള പ്രദേശവാസികളുണ്ട് വീടിൻ്റെ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിട്ട് മാസ്ക് വെച്ച്, അതല്ലെങ്കിൽ ആ സ്ഥലത്തോ തൽക്കാലം ഒന്നും വിട്ടു നിൽക്കാനും കൂടെ ഇസ്രായേലി ഗവൺമെൻറ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങി ഓടി മറ്റ് പല സ്ഥലങ്ങളിലേക്കും അഭയം പ്രാപിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ ഒന്നും അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അഗ്നിശമന മാക്സിമം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അഗ്നിശമന സേനയ്ക്ക് എത്രത്തോളം രക്ഷപ്പെടുത്താൻ പറ്റും എന്നറിയില്ല, കാരണം തീ ആ രീതിയിലാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുൻകരുതലുകളുടെ ഭാഗമായിട്ട് ഈ മധ്യ ഇസ്രായേലെയും തെക്കൻ ഇസ്രായേലെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹൈവേ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കൂടെ പറ്റാത്ത അവസ്ഥയിലാണ്. പരിക്കുകളെക്കുറിച്ച് നിലവിൽ ഒരു റിപ്പോർട്ടും പുറത്തോട്ട് വന്നിട്ടില്ല. ഇനി എത്ര തവണ ചത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാലും ആ പറഞ്ഞ റിപ്പോർട്ടുകളൊന്നും പുറത്തോട്ട് വരാനുള്ള ഒരു ചാൻസും ഇല്ല. അത് മാത്രമല്ല, അവിടെ ചോർച്ചയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സാധ്യത ഉണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ആശങ്കയിലാണ് ഇപ്പോൾ അവിടുത്തെ ഇസ്രായേലി അധികൃതർ. ഇതാണ് ഇന്നലെ പ്രധാനമായിട്ടും ഇറാൻ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇനി മറ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ദുബായിലെ ഉക്രൈനിയൻ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഡിപ്പോക്ക് നേരെയാണ് ഇറാൻ്റെ ഒരു വ്യോമാക്രമണം നടന്നിട്ടുള്ളത്. എന്നാണ് ഇറാൻ്റെ IRGC അവകാശപ്പെടുന്നത്. ഈ കേന്ദ്രം നശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അതിൻ്റെ അകത്തുണ്ടായിരുന്ന 21ഓളം ഉക്രൈനി ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ്റെ പത്രമാധ്യമങ്ങളൊക്കെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, മേഖലയിലെ US സേനയെ സഹായിക്കുന്നതിനായി ഈ കേന്ദ്രം പ്രവർത്തിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം സെലൻസ്കി, ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി കഴിഞ്ഞ ദിവസം UAE എത്തിയിരുന്നു. അവിടെ അബുദാബിയിലെ മുഹമ്മദ് അൽ നഹിയാനുമായിട്ടും അതുപോലെ തന്നെ ഷെയ്ഖ് മക്തൂമുമായിട്ടും ഒക്കെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAEയിലോട്ട് വിടുന്ന ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ആൻറ്റി ഡ്രോൺ സിസ്റ്റം അവർ തരാം. കാരണം
ഇറാന്റെ ഡ്രോണുകളെ പ്രതികരിക്കുന്നത് ഉക്രൈൻ നല്ലപോലെ അറിയാം. കാരണം റഷ്യക്ക് ഇറാൻ കൊടുത്ത ഡ്രോണുകൾ വെച്ചിട്ടായിരുന്നു റഷ്യ കൂടുതലും ഉക്രൈനിലോട്ട് വിട്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറേയൊക്കെ ഡ്രോണുകളെ ഇവർ തടുത്തിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ആ സിസ്റ്റം ഞങ്ങൾ നിങ്ങൾക്ക് തരാം. വലിയ പൈസക്കാട് വെറുതെ ഒന്നുമില്ല, നയതന്ത്രം എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ വലിയൊരു ഡീൽ ഉറപ്പിക്കാനാണ് പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ തരാം എന്നും പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂസൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് ഒരുപാട് ഇറാന്റെ എന്താ പറയുക വ്യോമ സേനയുടെ മിസൈലുകളും ഡ്രോണുകളും ദുബായിലോട്ട് ഒരുപാട് വന്ന് വീണിട്ടുണ്ട്. ഇത് അമേരിക്കൻ ബേസുകളിൽ മാത്രമല്ല, ഉക്രൈൻ്റെ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഡിപ്പോക്ക് നേരായിട്ട് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. ഇതിപ്പോഴാണ് പുറത്തോട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ തന്ത്രങ്ങൾ എന്നുള്ളത് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഉക്രൈൻ്റെ മറുപടി, അതായത് ഇതിൻ്റെ ഉക്രൈൻ പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല, ഇത് വ്യാജ വാർത്തകളാണ്, ഞങ്ങൾ ആൾക്കാരൊക്കെ അവിടെ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് ഉക്രൈൻ്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഇനി ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അമേരിക്കയും UAEയും ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല UAE അമേരിക്കയും. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി, ഇറാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുള്ളൂ, ഇറാൻ പറയാത്തതൊന്നും ചെയ്തിട്ടില്ല. പറയാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. തോറ്റെ അമ്പിയെ ഇറാൻ തീർന്നതെന്നൊക്കെ ഓരോ ദിവസം പറഞ്ഞെങ്കിലും ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതോ. അപ്പം ഇറാൻ ഈ പറഞ്ഞതിൽ ഒരു വലിയ സത്യമുണ്ട്. ഉക്രൈനിലോട്ട് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഉക്രൈനും പണി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ രാത്രിയോടുകൂടി ഹോർമോസ് കടലിടുക്ക് ഇതുവരെ അടച്ചു എന്നുള്ളത് ഈ പറഞ്ഞ നാട്ടുകാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു രാജ്യക്കാർ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇറാൻ അടച്ചിട്ടൊന്നുമില്ല ഒരു ഹോർമോസ് കൂടെ ഇറാൻ മറ്റ് ആളുകൾ, അതായത് അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷിപ്പുകൾ പോവുകയാണെങ്കിൽ, ഷിപ്മെന്റ് പോവുകയാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാത്ത ഷിപ്മെന്റിനൊക്കെ അവിടെ നിന്ന് പോവാം. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ റഷ്യ, ചൈന, ശ്രീലങ്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇവരോടൊക്കെ കൊള്ളാനാ പറഞ്ഞത്, ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. മറ്റ് ആളുകൾ, അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇന്നലത്തോടു കൂടി ഇറാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഹോർമോസ് കടലെടുക്കിന്റെ കംപ്ലീറ്റ് ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇനി നിങ്ങൾ ആരും അതിലൂടെ പോകണ്ട, ഇനി എന്താ അവിടെ വേണം എന്നുള്ളത് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഏറ്റെടുക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ കരയുദ്ധത്തിനുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗാർഗൈലൻഡ് പിടിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത് ഈ പറഞ്ഞ കടൽ മാർഗം വന്നിട്ടൊക്കെയാണ് അവർ പിടിച്ചെടുക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ഈ ഹോർമോസ് കടലെടുക്ക് പോലത്തെ അവിടുത്തെ മറ്റ് സ്ഥലങ്ങളൊക്കെ ഇറാൻ കംപ്ലീറ്റ്ലി ഞങ്ങളുടെ അധീനതയിലോട്ട് മാറ്റുകയാണ് എന്നുള്ള വാർത്തകളാണ് പിന്നെ ഒന്ന് രാത്രി പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ അകത്തും അതുപോലെ തന്നെ UAEയുടെ അകത്തും നടക്കുന്ന കുറച്ച് പ്രൊട്ടസ്റ്റിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം. ഇതും കൂടെ പറയണ്ടല്ലേ, നമ്മൾ യുദ്ധം മാത്രമല്ല, യുദ്ധത്തിനെതിരെ ഈ രാജ്യക്കാർ സംസാരിക്കുന്നതും കൂടെ നമുക്ക് നോക്കാം. ഇത് കാണാം. ഇതിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമാധാനത്തിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് പ്രതിഷേധക്കാർ ടെൽ അവീവിൽ നടക്കുന്ന പ്രതിഷേധം നമ്മൾ കാണും. ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ റോട്ടിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടുത്തെ ഇസ്രായേലി പട്ടാളക്കാർ അല്ലെങ്കിൽ സേന. അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് പോയ ആളുകൾ എന്തായി, ആളുകൾ മരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പരിക്കുകൾ എന്താ എന്നും പുറത്തോട്ട് വരുന്നില്ല. ഇത് നേരെ തിരിച്ച് ഇറാനിലാണെങ്കിൽ ഇറാൻ റജീമിനെതിരെ ചേഞ്ച് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ മൊസാദ് CIA ഇറാനികൾ അവിടെ അങ്ങനെ എടുത്തു വിട്ടിട്ട് അവിടെ നിന്ന് ഇറാൻ ഇവരെ പിടിക്കുക അല്ലെങ്കിൽ ഇവന്മാരെ തൂക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഈ യുദ്ധം ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന ആളുകളെ പിടിച്ചുകൂട്ടുന്ന അവസ്ഥ നിങ്ങൾ കണ്ടുപിടിക്കുക. അടിയന്തരാവസ്ഥ നിയമങ്ങളാണ് ഇപ്പം അവിടെ ഉള്ളത്. കംപ്ലീറ്റ്ലി ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ആൾക്കാരെങ്കിലും പുറത്തിറങ്ങുമ്പോൾ, അതായത് കൂടുതൽ ആളുകളും അല്ലെങ്കിൽ ആളുകൾ കൂടി നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ നിയമലംഘനമാണെന്നും പറഞ്ഞിട്ടാണ് പ്രതിഷേധക്കാർ ഇവരെ പല ആൾക്കാരും തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, ടെൽ അവീവിൽ 13 പേരെയും ഹൈഫയിൽ 5 പേരെയും ക്രൂരമായിട്ട് ഈ ഇസ്രായേലി സേന മർദ്ദിച്ചു എന്നുള്ള വാർത്തകൾ ഇതിൻ്റെ ഇടയോട്ട് വരുന്നുണ്ട്. ഇനി പ്രതിഷേധക്കാരുടെ കൂട്ടത്തിൽ ഏകദേശം ഇസ്രായേലിൻ്റെ ടോട്ടലിൽ മൊത്തം ആളുകളുടെ കൂട്ടത്തിൽ 10-25% ആളുകളും ഇറങ്ങി നിൽക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാത്ത ആളുകളും പിന്നെ കുറച്ച് ആളുകൾ തീവ്ര ചിന്താഗതിയുള്ള ആളുകളാണ്, തീവ്ര വലതുപക്ഷ ചിന്താഗതി, യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇസ്രായേലിലുള്ളത്. ഇതൊന്ന്. ഇനി ഇപ്പുറത്ത് അമേരിക്കയുടെ നിങ്ങളൊന്ന് ആലോചിച്ചു. അമേരിക്കയുടെ പല സിറ്റികളിലും നടക്കുന്ന ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ആളുകൾ പുറത്തിറങ്ങിയിട്ടാണ് ട്രംപിനെതിരെ, ട്രംപിൻ്റെ ഓരോ കോലങ്ങൾ കെട്ടിയിട്ട്, ട്രംപിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, നമ്മുടെ രാജ്യത്ത് മോദിജിനെ പോലും ഇങ്ങനെയൊന്നും നമ്മൾ അല്ലെങ്കിൽ ആൾക്കാർ കുറ്റം പറയാറില്ല. ട്രംപിനെ അങ്ങ് വലിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ ജനങ്ങൾ. അമേരിക്കയിൽ 70%, ഇസ്രായേൽ 25% ആണെങ്കിൽ അമേരിക്കയിൽ 75% ആളുകളും യുദ്ധത്തിനെതിരാണ്. അവർ കംപ്ലീറ്റ്ലി ട്രംപിനെതിരാണ്, ട്രംപിൻ്റെ സർക്കാരിന് വരെ എതിരായിട്ട് നിൽക്കുന്ന കാര്യം. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇത് വരുന്നുണ്ട്, ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷനിൽ ട്രംപിൻ്റെ പാർട്ടിക്കും ട്രംപിനും കിട്ടാൻ പോകുന്ന എന്താണെന്നുള്ളത് ഏകദേശം ഒരു തീരുമാനം അമേരിക്കയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്നുകൊണ്ടിരിക്കുന്ന ചില അപ്ഡേറ്റുകൾ. ബാക്കി അപ്ഡേറ്റുകൾ നമ്മൾ ഇന്നു മുതൽ ഇനി കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ചെയ്യും.
നമ്മളെ ബാക്കി സെറ്റപ്പുകളൊക്കെ നമ്മൾ തിരിച്ച് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, യുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷേ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലുകൾ കാണാൻ നോക്കുക. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ. അപ്പം അടുത്ത അപ്ഡേറ്റിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.